കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കണ്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ദ്രോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ദ്രോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി അകവും കുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി അകവും കുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാരണമല്ല LDF പരാജയപ്പെട്ടത്. പരാജയപ്പെട്ടതിന്റെ കാരണം ഞാനല്ല. ഞാൻ വർഗീയവാദിയല്ല, ഞാൻ മതേതരവാദിയാണ്. ഞാൻ കുറ്റപ്പെടുത്തിയത് മുസ്ലിം ലീഗിനെയാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണത്. അയാളെ നാക്കെടുത്താൽ വർഗീയ വിഷം ചീറ്റുന്നവനാണ്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കേരള സമൂഹത്തിന് അറിയാം. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പറ്റി, അതായത് പാകിസ്ഥാനാണ് മലപ്പുറം, അവിടെ ഹിന്ദുക്കൾക്ക് മിണ്ടാനേ ഒക്കില്ല, അവരടിമകളെ പോലെ കഴിയാണ് എന്ന് പറഞ്ഞവരാണ്. എന്നിട്ട് ഇപ്പൊ മാറ്റി പറയുന്നണ്ട. അതായത് LDFന്റെ തോൽവിക്ക് മെയിൻ കാരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. കാര്യം എങ്ങനെയായിരുന്നാലും മകന് BJP പാളയത്തിലോട്ട് വിട്ടു, സംഘപരിവാറായിട്ട് വിട്ടു. എന്നിട്ട് സ്വന്തം കുറ്റങ്ങളും തെറ്റുകളും മാപ്പാക്കി കിട്ടട്ടെ എന്ന് കണക്കാക്കി LDFന്റെ കൂടെ ചേർന്നു. അപ്പോൾ ഇയാളുടെ മനസ്സെന്ന് പറയുന്ന വർഗീയത തന്നെയാണ്, വർഗീയ വിഷം തന്നെയാണ്, വർഗീയവാദി തന്നെയാണ്. ഇയാളെവിടെ മതേതരവാദി? ഇയാളെ ഒരു കാരണവശാലും ഒരിക്കലും ഇയാളൊരു മതേതര കാഴ്ചപ്പാടുള്ള വ്യക്തിയല്ല. നമുക്കറിയാമല്ല. ഇയാൾ ഒന്നാമത്തെ കാര്യം തന്നെ പലിശയ്ക്ക് കൊടുക്കുന്നവനും മദ്യക്കച്ചവടം ചെയ്യുന്നവനും എങ്ങനെയാണ് മതേതരവാദിയാവുന്നത്? അതൊക്കെ വെറുതെ പറയുന്നതാണ്. എന്തായാലും LDFനുള്ള പരാജയത്തിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇയാൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഈ ന്യൂനപക്ഷങ്ങൾ മൊത്തം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കംപ്ലീറ്റ് വെറുത്തു പോയി LDFന്. കാരണം ഇയാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഷം ചീറ്റുന്ന ഒരു വ്യക്തിയാണ്. ഒരു